പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്ന അവസ്ഥ. നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം? ഉത്തരം ഒന്നേ ഉള്ളൂ. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു. എന്റെ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു. സ്ത്രീകൾ നിൽക്കുന്നത് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ആകാര സവിശേഷതകൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയേണ്ട കാപാലികന്മാർ പെണ്ണിനെ കച്ചവടക്കാരാക്കുക. ഇസ്ലാം ഇത്തരം ദൂഷണങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഞാൻ കണ്ടുകൂടാറ്. ഈ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ ആളുകൾ വന്ന് ഉസ്താദിന് നേരെ കല്ലെറിയുന്നു. ഉസ്താദ് എവിടെ പോയി പ്രസംഗിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് കരുതുക. ഇത് കണ്ടു നിൽക്കുന്ന വേറൊരു കൂട്ടർ പറയുന്നു, നിങ്ങളിങ്ങനെ പുറത്തു പോയി പ്രസംഗിക്കുന്നത് കൊണ്ടല്ലേ അവർ വന്ന് കല്ലെറിയുന്നത്, നിങ്ങൾ പ്രസംഗിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്ന്. അത് കേൾക്കുന്ന ഉസ്താദ് സ്വാഭാവികമായും പറയും, അതെന്ത് പരിപാടിയാ, പ്രസംഗിക്കണോ വേണ്ടയോ എന്നതൊക്കെ എന്റെ അവകാശമാണ്, ഈ കല്ലെറിയുന്നവരെ ശിക്ഷിക്കുക എന്നതല്ലേ ശരിയായ നടപടിയെന്ന്. അപ്പൊ അങ്ങനെ മറ്റാരെയും ഉപദ്രവിക്കാതെ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ, അവരെ ചില കാപാലികന്മാർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ആ കാപാലികന്മാരോടല്ലേ മാറാൻ പറയേണ്ടത്, അല്ലാതെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളോട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞാണോ? സേപ്പിയൻസ് എന്ന ഫേമസ് ആയ ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പല കാലഘട്ടങ്ങളിലായി പലതരം സംസ്കാരങ്ങളിൽ പലതരം വിവേചനങ്ങൾ നിലനിന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷെ ഒരുവിധം എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും നിലനിന്നിട്ടുള്ള ഒന്നാണ് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം. മതങ്ങളും അതിന് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉസ്താദിന് മനസ്സിലാകുമെന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം മതം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമേ കഴിയൂ. ഇത്രയും പഴക്കമുള്ള ഒരു സംഭവമായതുകൊണ്ട് അത് അത്ര പെട്ടെന്നൊന്നും മതം കയറിയ തലകൾക്ക് മനസ്സിലാകില്ല.